ബിഗ് ബോസ് മലയാളം സീസൺ 7 10ാം ആഴ്ചയിലെത്തി നിൽക്കുമ്പോൾ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 8 പേരാണ്. ഇതിൽ ആരാകും പുറത്തേക്ക് പോകുക? എല്ലാം പറയാം. ഡേ 65 നോമിനേഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു 10ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. ഇത്തവണ എല്ലാവരും ഓപ്പൺ നോമിനേഷനാണ് ചെയ്യേണ്ടത്. ഈ ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ താല്പര്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരെ കാരണസഹിതം പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നു. ക്യാപ്റ്റനായ ആദിലയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ നോമിനേഷൻ തുടങ്ങുകയാണ്. നോമിനേഷൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് അടിയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുന്നുണ്ട്. ദെൻ നോമിനേഷനിലേക്ക് വരുന്നു. അനീഷാണ് ആദ്യം പോകുന്നത്. അനീഷ് പോയിട്ട് ഷാനവാസിനെ പറയുന്നു. ഷാനവാസിനെ പറയാനുള്ള കാരണമായിട്ട് പറയുന്നത് അനാവശ്യ പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ബിന്നിയെ പറയുന്നു. ബിന്നി പറയാൻ കാരണം അന്ന് ജയിലിലുണ്ടായ ആ കേസിൻ്റെ അടിസ്ഥാനത്താണ് ബിന്നിയെ പറയുന്നത്. പിന്നീട് ആര്യം വരുന്നു. ആര്യം വന്നിട്ട് നമ്മുടെ അനീഷിനെയും ഷാനവാസിനെയും എന്ന് പറയുന്നത്. അനീഷിനെ പറയാനുള്ള കാരണം ആരും അനീഷിനെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. പിന്നെ ഷാനവാസ് ഇവിടെ ഉടായിപ്പാണ് എന്ന് പറയുന്നു. അതിനുശേഷം അക്ബർ വരുന്നു. അക്ബർ വന്നിട്ട് നമ്മുടെ അനീഷിനെയും ലക്ഷ്മിനെയാണ് പറയുന്നത്. അനീഷിനെ പറയാൻ കാരണം പറയുന്നത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നു എന്നാണ് പറയുന്നത്. ലക്ഷ്മിനെ പറയുന്നത് ഇവിടെ കാണാത്ത വിഷയം ഊതിപ്പെരിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മി വരുന്നു. ലക്ഷ്മി വന്നിട്ട് ഷാനവാസിനെ അനുവിനെയാണ് പറയുന്നത്. ഷാനവാസിനെ പറയാനുള്ള കാരണം ഷാനവാസിൻ്റെ സംസാര രീതിയും അതുപോലെ തന്നെ മട്ടൻ്റെ കേസുമാണ് പറയുന്നത്. അനുവിനെ പറയുന്നത് PR ഇഷ്യൂ വന്നപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം സാബുമാൻ വരുന്നു. സാബുമാൻ വന്നിട്ട് അക്ബറിനെ അനുവിനെയാണ് പറയുന്നത്. അതായത് അക്ബറിനെ പറയാനുള്ള കാരണമായിട്ട് പറയുന്നത് പ്രശ്നം ഊതിപ്പെരിപ്പിച്ച് വലുതാക്കും എന്നാണ് പറയുന്നത്. പിന്നെ അനു നല്ല രീതിയിൽ ഇവിടെ ഗെയിമൊന്നും കളിക്കുന്നില്ല, കിച്ചണിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ബിന്നി വരുന്നു. ബിന്നി വന്നിട്ട് നമ്മുടെ ഷാനവാസിനെയും സാമുവിനെയാണ് പറയുന്നത്. ഷാനവാസിനെ പറയാനുള്ള കാരണം റെസ്പെക്റ്റ് ഒട്ടും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ജയിലിൽ വെച്ചിട്ടുണ്ടായ ആ കാര്യമുണ്ടല്ലോ, അതാണ് പറയുന്നത്. അതിനുശേഷം സാബുവിനെ പറയുന്നു ഗെയിമൊന്നുമില്ല, പക്ഷേ ഗെയിം കളിച്ച് തുടങ്ങുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാനുണ്ടെന്ന് നമ്മുടെ ബിന്നി നമ്മുടെ സാബുവിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം ആദില വരുന്നു. ആദില വന്നിട്ട് അക്ബറിനെയും ബിന്നിനെയാണ് പറയുന്നത്. അക്ബറിനെ പറയാനുള്ള കാരണം പറയുന്നത് മനുഷ്യത്വം ഇല്ലായ്മ എന്നാണ് പറയുന്നത്. പിന്നെ ബിന്നിനെ പറയുന്നത് ആ ജയിലിൽ ഷാനവാസം ഉണ്ടായ വിഷയമുണ്ടല്ലോ, ആ കാര്യമാണ് പറയുന്നത്. പിന്നെന്തോ ബിന്നി എന്തോ ഒരു വേർഡ് യൂസ് ചെയ്തിരുന്നു, ആ കാര്യമൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഷാനവാസ് വരുന്നു. ഷാനവാസ് വന്നിട്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ട്, ഒരു കഥാപ്രസംഗം പോലെ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് കഥാപ്രസംഗം ചർച്ചയല്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഷാനവാസ് വന്നിട്ട് പറയുന്നത് നമ്മുടെ ലക്ഷ്മിയുടെയും ബിന്നിയുടെയും പേരാണ്. ലക്ഷ്മിയുടെ പറയാൻ കാരണം നമ്മുടെ പഞ്ചസാര കേസ് അതിനോട്ട് ഉണ്ടാകുന്നുണ്ട്, ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ബിന്നിയുടെ പറയുന്നത് സംസാര രീതി ഒട്ടും മോശമാണ്, ഒട്ടും ശരിയല്ല, എൻ്റെ വൈഫിനെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോയതെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാര്യം പറഞ്ഞാണ് നമ്മുടെ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അനു വരുന്നു. അനു വന്നിട്ട് ഇതേപോലെ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ഒരു കഥാപ്രസംഗ രൂപത്തിലൊന്നും പോകുന്നില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അനു പറയുന്നത് സാബുവിൻ്റെയും നെവിൻ്റെയും പേരാണ്. സാബുവിനെ പറയാനുള്ള കാരണം സാബു ഒന്നിനും ഇടപെടുന്നില്ല, ഒരു മുക്കിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു മട്ടിലാണെന്നാണ് പറയുന്നത്. നെവിനെ പറയുന്നത് ഫുഡ് കഴിക്കാൻ മാത്രമാണ് നെവിൻ ഉള്ളൂ, പക്ഷേ ഗെയിം കളിച്ചിരുന്നു, ഇപ്പോൾ ഗെയിമൊക്കെ പോയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അടുത്തത് നൂറ വരുന്നു. നൂറ വന്നിട്ട് അക്ബറിനെയും നെവിനെയും പറയുന്നു. അക്ബറിനെ പറയുന്നത് ഗ്രൂപ്പിസം കളിക്കുകയാണെന്നാണ് പറയുന്നത്. നെവിനെ പറയുന്നു ടാസ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാണ്ട്, ടാസ്കിലൊന്നും ഒന്നും ഒട്ടുമേ ആക്റ്റീവ് അല്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. അവസാനം നമ്മുടെ നെവിൻ വരുന്നു. നെവിൻ വന്നിട്ട് നമ്മുടെ അനുവിനെയും അനീഷിനെയാണ് പറയുന്നത്. അനുവിനെ പറയാനുള്ള കാരണം കിച്ചൺ ഡ്രാമ എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ അനീഷിനെ പറയുന്നത് ഗെയിം, അതായത് ഗെയിം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എടുത്ത് ചാട്ടം, അതാണ് പറയുന്നത്. അങ്ങനെ നോമിനേഷൻ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നോമിനേഷനിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു. നൂറ, ആര്യൻ, ആദില. അതായത് ആദിലനെ ഓൾറെഡി ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നൂറനെ ആരും പറഞ്ഞില്ല, ആര്യനെ ആരും പറഞ്ഞില്ല. അപ്പോൾ ഈ 3 പേരാണ് സേവ് ആയത്. ബാക്കി 8 പേരും നോമിനേഷനിൽ വരികയാണ് ചെയ്യുന്നത്. ഇനി വോട്ടിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഷാനവാസിന് 4 വോട്ട്, ബിന്നിക്ക്, അനീഷിന്, അനുവിന് 3 വോട്ട് വീതം, ലക്ഷ്മിക്ക്, സാബുവിന്, നെവിന് 2 വോട്ട് വീതമാണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് വോട്ടിൻ്റെ പ്രകാരം എന്ന് പറയുന്നത്. ഇനി നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാനവാസ്, ബിന്നി, അനീഷ്, അക്ബർ, അനു, ലക്ഷ്മി, സാബുമാൻ, നെവിൻ, ഈ 8 പേരാണ് നോമിനേറ്റ് ആയിരിക്കുന്നത്.
ഇതിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഇതിൽ 4 വേണമെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വീക്ക് നോ എവിക്ഷൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. നോക്കാം, നമുക്ക് എന്തായാലും എപ്പോഴൊന്നും പറയുന്നില്ല. ഇതിൽ ആര് വേണമെങ്കിലും പോകാം, പോകാതിരിക്കാം. ബിഗ് ബോസ് ആണ്, അൺപ്രെഡിക്റ്റബിൾ, നമുക്കൊന്നുമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആര് വേണമെങ്കിലും പുറത്തേക്ക് പോകാം, പുറത്തേക്ക് പോകാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 2 പേര് പോകാം, ചിലപ്പോൾ സിംഗിൾ എവിക്ഷൻ ആകാം. അതൊക്കെ നമുക്ക് വരും ആഴ്ചകളിൽ സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ലൈവ് അപ്ഡേറ്റ് ഒന്നും ഉണ്ടാകില്ല, കാരണം ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ലൈവ് അപ്ഡേറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു നോമിനേഷൻ അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് കണ്ടിട്ട് എന്ത് തോന്നി? ഇതിൽ ആര് പോകാനാണ് ചാൻസ്? ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ആര് പോകും? സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ആര് പോകും? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.